ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കടന്നാലോ? അങ്ങനെ മനോഹർ ഷാരിടുത്ത് പറയുന്നുണ്ട്, അമ്മ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് വളരെ നല്ലതായിരിക്കും. അമ്മ അത് മോശമായിട്ടൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ മനസ്സ് പിടിവിട്ട് പോകണമെന്ന് പറയുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസത്തിന് വേണ്ടി സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് വളരെ നല്ലതാണ്. ഈ കായിക താരങ്ങളുണ്ടല്ലോ, അവരുടെ കൂടെ എപ്പോഴും സൈക്കാട്രിസ്റ്റ് ഉണ്ടാകും എന്നൊക്കെ പറയണം. എൻ്റെ മോനെ മനുമോനെ എനിക്ക് ആരെയും കാണണ്ടേ ഇനി എന്ന് പണ്ടെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് തീർന്നാൽ മതി ജീവിതം എന്ന് പറയുമ്പോൾ, അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണത് എന്ന് സരിയു ചോദിക്കുകയാണ്. എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കുഞ്ഞു പറഞ്ഞിട്ട് ഈ നാട്ടിൽ നിന്ന് പോയാൽ മതിയായിരുന്നു എന്ന് സരിയു ഇങ്ങനെ പറയുവാട്ടോ. അതിനുശേഷം നമ്മുടെ മനോഹർ പറഞ്ഞു, പോവാലോ മോളെ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകാം എന്നിങ്ങനെ പറയാണ്. എനിക്കിനി എവിടെയും പോകണമെന്നില്ല, എല്ലാം കൊണ്ട് മതിയായി എന്ന് പറയാണ്. അമ്മ എന്താ അമ്മ എങ്ങനെയൊക്കെ പറയണത്? ഞാൻ എങ്ങനെ പറയണത് എന്താന്ന് മോൾക്ക് അറിയില്ലേ? മോളുടെ അച്ഛൻ്റെ ഈ അവസ്ഥ കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണത് എന്ന് പറഞ്ഞിട്ട് ഷാരി അകത്തേക്ക് പോകുക കേട്ടോ. ആ സമയത്ത് മനോഹർ പറഞ്ഞിട്ട്, മോളെ എന്നാ ഞാൻ പോയിക്കോട്ടെ. പോയിക്കോട്ടെ എങ്ങോട്ടേക്ക്? മനുവേട്ട നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നേലേ ഉള്ളൂ, മനുവേട്ടൻ ഇപ്പോൾ എങ്ങോട്ടേക്ക് പോകുക എന്ന് ചോദിക്കുമ്പോൾ, അല്ല മോളെ ഓണമൊക്കെ അല്ലേ, കമ്പനിയിലുള്ളവർക്കൊക്കെ അലയൻസും കാര്യങ്ങളൊക്കെ കൊടുക്കണം, അതിനെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാൻ മോളൂ എന്ന് പറയണം. ശരി മനുവേട്ട എന്ന് സരിയു പറയും കേട്ടോ. അതിനുശേഷം മനു അവിടുന്ന് പോകുവാണ്. ശേഷം നമ്മുടെ സരിയുവിൻ്റെ വീട്ടിലേക്ക് കിരൺ വരുവാണ്. ബെല്ലടിക്കുമ്പോഴേക്കും സരിയുവാണ് വാതിൽ തുറക്കുന്നത്. നീ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് പറയുമ്പോൾ, ഇവിടേക്ക് താരാൻറ്റി വന്നിരുന്നോ? താരാൻറ്റിയോ? അവളെന്തിനാ ഇവിടേക്ക് വരുന്നത്? അവളൊന്നും ഇവിടെ വന്നിട്ടില്ല. അവൾ വന്നിരുന്നെങ്കിൽ അവളെ കഴുത്തിൽ പിടിച്ച് ഞാൻ കൊല്ലും എന്ന് പറയുവാണ്. അപ്പോഴേക്കും ഷായ് വരുന്നുണ്ട്. എന്താന്ന് ചോദിക്കുമ്പോഴേക്കും, അല്ല ഇവിടേക്ക് താരാൻറ്റി വന്നിരുന്നോ? ഇവിടേക്കോ? ഇല്ല മോനെ, ഇവിടേക്ക് താര വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഷാരി ഇങ്ങനെ പറയുവാണ്. ആ സമയത്ത് സരിയു പറഞ്ഞു, അവൾ നാട് മൊത്തം പറഞ്ഞു നടക്കുക, എൻ്റെ മോളാണ് ഞാനെന്ന് പറഞ്ഞിട്ട്. നോക്കണ, ഈ നിൽക്കണ ഇതാണ് എൻ്റെ അമ്മ, അവള് നാട് മൊത്തം പറഞ്ഞു നടക്കണ. അവളെങ്ങനെ ഇവിടെ വന്നാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ സംഭവിച്ചിരിക്കും, അവളെ കഴുത്തെടുത്ത് ഞാൻ കൊന്നിരിക്കും. സത്യം പറ, ഇനി താരാൻ്റെ എങ്ങനെ ഇവിടെ വന്നപ്പോഴേക്കും നിങ്ങൾ അങ്ങനെ വല്ലതും ചെയ്തോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അല്ല നിന്റെ അമ്മയുടെ മുഖം കട്ടെ എന്തോ സംഭവിച്ച പോലെ തോന്നുന്നുണ്ടല്ലോ. എൻ്റെ മോനെ, ഞാനിങ്ങനെ എന്താ ഇങ്ങനെ നിൽക്കണമെന്ന് മോൻ അറിയില്ലേ? സത്യങ്ങളൊക്കെ മോൻ അറിയാലോ. എന്ത് സത്യവിനെ അറിയാന്ന അമ്മയെ പറയണത്? ഒന്നുമില്ല മോളെ എന്ന് ഷാരി പറയുവാണ്. അതിനുശേഷം കിരൺ പറയുന്നുണ്ട്, ഇവൾക്ക് ഓണക്കോടിയായിട്ട് താരാൻ്റെ ഇങ്ങോട്ടേക്ക് വന്നതാ. അതിനുശേഷം താരാൻ്റെ കണ്ടിട്ടില്ല, ഫോം വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അവരെങ്ങനെ ഫോം വിളിച്ചാൽ എടുക്കണം? അവർക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ എന്ന് സരിയു പറയാണ്. അതെ, താരാൻ്റിക്ക് സംസാരിക്കാൻ പറ്റില്ല, പക്ഷെ താരാൻ്റി ഫോൺ എടുത്താൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും. അത് മാത്രമല്ല മെസ്സേജിന് റിപ്ലൈയും തരും. മെസ്സേജിന് റിപ്ലൈ തരാനുള്ള വിദ്യാഭ്യാസമൊക്കെ താരാൻ്റിക്ക് ഉണ്ട് എന്ന് കിരൺ പറയാണ്. എന്തായാലും അവരിങ്ങോട്ട് വന്നിട്ടില്ല. നീ നിന്റെ പാട് നോക്കി പോയിക്കേടാ കിരണേ. അവരെങ്ങാനും ഇങ്ങോട്ട് വന്ന് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വരവ് കൂടി വരും, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ ദേഷ്യത്തോടു കൂടി തന്നെ പോകുവാട്ടോ. കിരൺ പോയി കഴിയുമ്പോഴേക്കും ഷാരി എടുത്ത് സാരിയെ ചോദിക്കണ്ടേ, അമ്മ എന്തിനാ അമ്മ ആ കിരണിനെയും കരിയനെയൊക്കെ ഇങ്ങനെ പേടിക്കണത്? മുമ്പാണെങ്കിൽ അവരെ ആട്ടി ഓടിച്ചുകൊണ്ടത് ആദ്യം അമ്മയായിരുന്നല്ലോ, ഇപ്പം അമ്മ അവരുടെ മുമ്പിലാകെ പേടിച്ച് നിൽക്കുവാണല്ലോ. അമ്മക്കിത് എന്ത് പറ്റി? എൻ്റെ മോളെ എന്നെ ഒന്ന് വെറുതെ വിട് എന്ന് പറഞ്ഞിട്ട് ഷാരി അകത്തേക്ക് പോവാണ്. ഈശ്വര, ആ ചത്തുടങ്ങിയവളെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് മറവ് ചെയ്യണമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിൽക്കുവാട്ടോ. അതിനുശേഷം കിരൺ ഈ കാര്യം പോയിട്ട് സേനോട് പറയുന്നുണ്ട്, ഇല്ല അച്ഛാ അവിടേക്ക് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ എവിടെ പോയി എന്ന് ചോദിക്കുവാണ്. അറിയില്ല അച്ഛാ, എന്തായാലും കുറച്ചു നേരം കൂടി അന്വേഷിച്ച് നോക്കാം, അതിനുശേഷം കണ്ടില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാമെന്ന് പറയുമ്പോൾ പറയാനുണ്ട്, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താലോ? കൊടുക്കാം, കുറച്ചു നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാടോ, അതിനുശേഷം പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം. എന്തായാലും ഓണക്കോടി കൊടുക്കാൻ വേണ്ടി അവൾ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് ഉറപ്പാ എന്ന് സേനം പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, എന്തായാലും ഇനി താരാൻ്റെ വല്ല അബദ്ധവും ചെയ്തിട്ടുണ്ടാവോ വെച്ചാ? ഓണക്കോടിയായിട്ട് കൊടുക്കാൻ എപ്പോഴേക്കും സരിയു എന്തെങ്കിലും പറയുമ്പോൾ മനസ്സ് വേദനിച്ച് എന്തെങ്കിലും അബദ്ധം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ? അങ്ങനെ ചെയ്യില്ല മോനെ, ചിലപ്പോൾ നീ പറഞ്ഞതുപോലെ നടന്നാനായിരുന്നു കുറച്ച് നാൾ മുമ്പാണെങ്കിൽ. പക്ഷെ ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യില്ല. കാരണം അവളിപ്പോൾ ജീവിക്കുന്നത് സരിയുവിന് വേണ്ടിയിട്ടാണ്. സരിയു എന്ത് പറഞ്ഞാലും അവളത് താങ്ങാനുള്ള മനക്കട്ടിയൊക്കെ അവൾക്കിപ്പോൾ ഉണ്ടിടാ. എന്തായാലും അവിടെ പോയ താരയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. ഇനി രാഹുൽ എന്തെങ്കിലും അപായപ്പെടുത്തിയിട്ടുണ്ടാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രൂപ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, എന്നിട്ട് കണ്ടില്ലെങ്കിൽ ചന്ദ്രേട്ട പറഞ്ഞ പോലെ തന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ നമുക്കൊന്ന് കംപ്ലൈൻറ്റ് കൊടുക്കാം, എന്നിട്ട് നമുക്ക് നമ്മുടെ രീതിയിലും ഒന്ന് അന്വേഷിക്കാം. അതെ, അങ്ങനെ തന്നെ ചെയ്യാം. എന്തായാലും താരയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാ എന്ന് സേനൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാട്ടോ. അതിനുശേഷം കല്യാണി രാത്രി കിരണെ വിളിക്കുന്നുണ്ട്. കിരണേട്ടാ, കല്യാണി എങ്ങനെയുണ്ട് അവിടെ? ഇവിടെ എത്തിക്കാനിപ്പോൾ കുഴപ്പമൊന്നുമില്ല കിരണേട്ടാ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ ഞാൻ പരിചയപ്പെട്ടു, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല.
സത്യം പറയല കല്യാണി, നീ പോയി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വിഷമം പോലെ. ആഹാ, അത് കൊള്ളാലോ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ ഞാൻ പോകുന്നില്ലെന്ന്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്നെ പറഞ്ഞു വിടാൻ എന്ത് ധൃതിയായിരുന്നു. ഇപ്പം ഞാൻ വീട്ടിലില്ലാനിട്ട് ഒരു സുഖമില്ലെന്നോ? അല്ല, കല്ലിമോൻ എവിടെ? അവൻ അമ്മയുടെ കൂടെയുണ്ട് എന്ന് പറയാണ്. അല്ല, താരാൻറ്റി എന്നെ വിളിച്ചിരുന്നു കിരണേട്ട. എന്തിനാണാവോ വിളിച്ചത്? ഞാൻ ഡൽഹിക്ക് പോണത് പറഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ വരാനായിട്ടായിരുന്നോ? അതോ, അത് എന്നോട് പറയാൻ മറന്നു. താരാൻറ്റി ഇത് അപ്പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ സരുവിന് ഓണക്കോടി കൊടുക്കാൻ. അച്ഛൻ ഓണക്കോടിയൊക്കെ മേടിച്ച് താരാൻറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടതാണ്. പക്ഷെ താരാൻറ്റി അവിടെ എത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ എന്തെങ്കിലും സഹായം ചോദിക്കാൻ വേണ്ടി എങ്ങനെ വിളിച്ചതായിരിക്കും ഓണക്കോടി കൊടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ കിരണേട്ടൻ കൂടി പോകണം കേട്ടോ. അന്ന് നമ്മളെ പേടിപ്പിച്ച് ആ ഷാരിനെ കൊണ്ട് മാല കൊടുപ്പിച്ചില്ല അവളുടെ ബർത്ത്ഡേക്ക്, അതുപോലെ തന്നെ ഓണക്കോടിയും കൊടുപ്പിക്കണം എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അത് ഞാൻ തീർച്ചയായിട്ടും ചെയ്യോടോ. താരാൻറ്റി അങ്ങനെ എന്തെങ്കിലും സഹായം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആ ഷാരി എന്ന് പറഞ്ഞവരെ വെറുപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ സരുവിൻ്റെ കയ്യിലേക്ക് ആ ഓണക്കോടി കൊടുത്തിരിക്കും എന്ന് കിരൺ പറയാണ്. അല്ല, തനിക്ക് പൊന്നാട് അണിയിക്കുന്നതും തൻ്റെ ചടങ്ങൊക്കെ കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുക എന്ന് പറയണം. തന്നാല എല്ലാ കാര്യങ്ങളിലും ഫസ്റ്റ് ആവണം കേട്ടോ, ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. അതൊക്കെ ആവാൻ കിരണേട്ടാ, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ സംസാരിച്ചിരിക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്ന മനോഹറിനെയാണ്. മനോഹർ നിഷയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. ബെല്ലടിക്കുമ്പോൾ നിഷയുടെ അമ്മയാണ് വാതിൽ തുറക്കുന്നത്. ആഹാ, മരുമകൻ ഇങ്ങ് എത്തിയാലോ, വാ മോനെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴേക്കും നിഷയുടെ അച്ഛൻ വരുന്നുണ്ട്. നിഷയുടെ അച്ഛനെ കെട്ടിപ്പിടിക്കണം. അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കണ്ട്. മോനെ കാത്തിരിക്കുന്നുണ്ട്. മോളെ നിഷേ, ദേ ധാരാ വന്നിരിക്കണെന്ന് നോക്കിയേ. റോഹിയേട്ട എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ വരുവാട്ടോ. റോഹിയേട്ട ഇത് എപ്പോൾ വന്നു? വരുന്ന കാര്യം എന്നോട് പറഞ്ഞു പോലും ഇല്ലല്ലോ. അതെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോള് പിന്നെ കാത്തിരിക്കും. പിന്നെ എന്നെ 5 മിനിറ്റ് കാണാതെ വിളിച്ചോണ്ടേ ഇരിക്കും. അതുകൊണ്ട് സർപ്രൈസ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. ദേ, നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഇന്നമ്മ, ഇത് അമ്മക്ക്, ഇത് അച്ഛന്, ഇത് എൻ്റെ നിഷക്ക് എന്ന് പറയാണ്. എന്തിനാ മോനെ വെറുതെ പൈസ കളഞ്ഞത് എന്ന് നിഷയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ നിഷയുടെ അമ്മ പറയണ, അതങ്ങനെ പറയണത് എന്തിനാ? ഞങ്ങളുടെ മരുമകൻ ആദ്യമായിട്ട് നമുക്ക് മേടിച്ചതല്ലേ മോനെ, ഇതെനിക്ക് ഞാൻ എന്തായാലും ഇടും, ഞാൻ എപ്പോഴും ഈ ഡ്രസ്സ് ഇടും എന്നൊക്കെ നിഷയുടെ അമ്മ പറയുന്നുണ്ട്. അതിനുശേഷം നിഷ പറയുന്നുണ്ട്, റോഹിയേട്ടാ കുറേ വിശേഷം പറയണ്ട. അയ്യോ മോളും, എനിക്ക് പെട്ടെന്ന് പോകാനുണ്ട്. അയ്യോ വന്നേലേ ഉള്ളൂ, ഇനിയിപ്പോൾ പെട്ടെന്ന് എങ്ങനെയാ പോണതെന്ന് ചോദിക്കുമ്പോൾ നിഷയുടെ അമ്മ പറയുന്നുണ്ട്, അതേ മോനെ, ഞാൻ മോന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാം, മോൻ വന്നേലേ ഉള്ളൂ, ഇപ്പൊ തന്നെ പോണത് എന്തിനാണ്? അമ്മേ, കമ്പനിയിലെ കുറച്ച് സ്റ്റാഫ്സിന് അലവൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് ഓണത്തിന്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വരാം. ശരി, എന്തായാലും ഇരുന്നിട്ട് പോയാൽ മതി റോഹിയേട്ടൻ ഇങ്ങോട്ട് വാ എന്ന് പെട്ടെന്ന് നിഷ അകത്തേക്ക് വിളിച്ചോണ്ട് പോകുക കേട്ടോ. അതിനുശേഷം നമ്മുടെ നിഷയുടെ അമ്മ പറയണ്ട അശ്വരുടെ അടുത്ത്, നമുക്ക് നല്ലൊരു മരുമകനെയാ കിട്ടിയത് എന്ന് പറയുമ്പോൾ, അതെ, നമുക്ക് നല്ലൊരു മരുമകൻ തന്നെയാ എന്തായാലും കിട്ടിയത്. മൂത്തവളുടെ കാര്യം ആലോചിക്കുമ്പോൾ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ എന്ന് അച്ഛൻ പറയുമ്പോൾ, നിങ്ങൾ എന്തിനാ നല്ലൊരു സമയത്ത് എപ്പോഴും മൂത്തവളുടെ കാര്യം പറയണത് എന്ന് വഴക്ക് പറയാട്ടോ നിഷയുടെ അമ്മ. അതിനുശേഷം കാണിക്കുന്നത് കല്യാണിനെ പൊന്നാട അണിയിക്കുന്ന ചടങ്ങാണ്. കല്യാണിനെ അങ്ങനെ അവർ പൊന്നാടയൊക്കെ അണിയിക്കുന്നുണ്ട്. അങ്ങനെ കല്യാണിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ. അത് കണ്ടിട്ട് നമ്മുടെ കിരണും അതുപോലെ തന്നെ ദീപയും കാദംബരി രതീഷൊക്കെ കൂടിയിരിക്കുവാണ്. കല്യമോനൊക്കെ ഉണ്ട്. സന്തോഷത്തോടു കൂടി തന്നെ അവരവിടെ ഇരിക്കുന്നുണ്ട്. അതേസമയം പ്രകാശനും മുത്തശ്ശിയും കാർത്തികയും അവരവരുടെ വീട്ടിൽ നിന്ന് കല്യാണിനെ ആദരിക്കുന്ന ചടങ്ങ് കാണാണ്. കല്യാണിക്ക് പൊന്നാട അണിയിപ്പിക്കുമ്പോൾ അറിയാണ്ടാണെങ്കിൽ കാർത്തിക് ഒന്ന് കൈ കൊട്ടുന്നുണ്ട്. മോളെന്തിനാ കൈ കൊട്ടുന്നത് എന്ന് പ്രകാശം ചോദിക്കുമ്പോൾ, അത് പൊടി തട്ടിക്കളഞ്ഞ എന്ന് കാർത്തിക പറയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഷാരിയും സരയും അതുപോലെ തന്നെ രാഹുലും ആ ചടങ്ങ് കാണുന്നുണ്ട്. എനിക്കൊന്നും കണ്ടിരിക്കാൻ വയ്യ എന്ന് സരയു പറയുമ്പോഴേക്കും ഷാരി ആകെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈശ്വര, ആ മരിച്ചുപോയാൽ എവിടെ അടക്കം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കണ്ടില്ലേ അച്ഛാ, അമ്മക്കിത് കണ്ട് ദേഷ്യം വരുക, അമ്മ പ്രാർത്ഥിക്കുക ദൈവത്തിനോട് എന്ന് പറയുവാണ്. അപ്പോഴേക്കും നമ്മുടെ രാഹുലും ചാനൽ മാറ്റുമോളെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രൂപയും സേനും ഈ ചടങ്ങൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടെ തന്നെ അവരും നിൽക്കുകയാണ്. അങ്ങനെ കല്യാണി 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി മൈക്കിന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.